അപ്പോൾ ഭാര്യയോട് ഡോക്ടർ വന്ന് പറഞ്ഞു ആദ്യത്തെ ഡോസ് കൊടുക്കാൻ പോകാമെന്ന് പറഞ്ഞു എൻ്റെ കയ്യിലേക്ക് അനുശേഷിച്ച് കുത്തി സൂചി വലിച്ചു. അപ്പം തന്നെ ബോധം കെട്ടുപോയി. ഞാനല്ല, ഭാര്യ. അനുശേഷിച്ച് തന്നു. ഭാര്യ നിലത്ത് കിടക്കുന്നത് കണ്ടുകൊണ്ടാണ് എൻ്റെ ഉന്തുവണ്ടിയെ തള്ളിക്കൊണ്ടുപോയി എറണാകുളം മെഡിക്കൽ സ്റ്റേഷനിൽ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറി. മുകളിൽ ഒത്തിരി ലൈറ്റുകളൊക്കെ ഉള്ള ഒരു മേശയാണ്. അതിൻ്റെ കീഴെ കൊണ്ടുവന്ന് അടുത്ത ഡോസ് ചെന്നിട്ട് സൂചി എടുക്കുന്ന പോലും നമുക്ക് ഓർമ്മയില്ല. പിന്നെ എനിക്ക് ഓർമ്മ വരുന്ന സമയത്ത് ഞാൻ ഐസി കിടക്കുക, മൂക്കിലൂടെ ട്യൂബ്, ഇവിടെ ട്യൂബ്. ഞാനിപ്പോൾ ഇങ്ങനെ നിൽക്കുന്ന ഒരു അവസ്ഥയെ നിങ്ങൾക്ക് അറിയത്തുള്ളൂ. എൻ്റെ വയറിൽ 16 തുളയുണ്ട്. എത്ര തുളയുണ്ടോ? ഇങ്ങനെ കണ്ടാൽ എന്തെങ്കിലും കുഴപ്പമുള്ളതായിട്ട് തോന്നുന്നുണ്ടോ? ഉണ്ടോ? അപ്പം 16 തുളയെന്ന് പറഞ്ഞപ്പോൾ ഒരു വെക്ക എടുക്കുന്നതിന് എത്ര വലിയ തുളയെന്നൊക്കെ ഓർക്കും. അത് നമ്മുടെ ഈ ഹീറോയിലുള്ള ഓപ്പറേഷനാണ്. എൻ്റെ അടിഭാഗം 12 സെൻറ്റിമീറ്റർ കയറിയിട്ടുണ്ട്. എത്ര സെൻറ്റിമീറ്റർ കയറിയിട്ടുണ്ട്? 12 സെൻറ്റിമീറ്റർ തട്ടിയെടുക്കാനായിട്ട്. ബാക്കിയൊക്കെ ടൂൾസ് കയറ്റാനുള്ള ഹോളുകളാണ് നമ്മുടെ കുടലൊരു ഭാഗത്തേക്ക് ബാക്കി ഓരോ കാര്യങ്ങളെല്ലാം മാറ്റി പിടിക്കാനുള്ള തുളകളാണ് ബാക്കി മുഴുവൻ. അപ്പോൾ അതിലാണ് ഓപ്പറേഷൻ നടന്നത്. അപ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞ് തിരിച്ച് 3 ദിവസം കഴിഞ്ഞപ്പോൾ നമ്മുടെ ഈ 3-ാമത്തെ ദിവസം തന്നെ പുറത്തേക്ക് ഇറക്കിയിട്ട് പിന്നെ നടത്തുക. വിശ്രമമൊന്നുമില്ല. എനിക്ക് ആകെപ്പാടെ മരുന്ന് തന്നത് 10 ദിവസം ഞാൻ മരുന്ന് കഴിച്ചിട്ടുള്ളൂ. പിന്നെ മരുന്ന് കഴിക്കേണ്ട. പക്ഷേ റിഷാദിന് ഇപ്പോഴും മരുന്ന് കഴിക്കണം. അപ്പം എനിക്ക് കുഴപ്പമൊന്നുമില്ല. വർഷത്തിൽ ഒരു പ്രാവശ്യം ക്രിയാറ്റിൻ നോക്കും. അതിനൊരു വർഷത്തിലൊരു ചെക്കപ്പ് നടത്തും. അപ്പോൾ ഞാൻ ദൈവത്തോട് ചേർന്ന് നിന്ന് നമ്മുടെ ഈ ലോകത്തിൽ നമുക്കൊരു വ്യക്തിക്ക് ജീവൻ കൊടുക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയൊരു കാര്യമാണോ? ആണോ? അപ്പോൾ റിഷാദിന് വൃക്ക കൊടുത്ത് 30 ദിവസം കഴിഞ്ഞ് 17-ാമത്തെ ദിവസം ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോന്നു. റിഷാദ് ഹോസ്പിറ്റലിന് തൊട്ടടുത്തൊരു വീട് വാടകയ്ക്കെടുത്ത് 90 ദിവസത്തോളം ചികിത്സയെ കഴിഞ്ഞു. കൽപ്പറ്റ മേപ്പാടിയിലാണ് റിഷാദിൻ്റെ വീട്. അതിന് സങ്കടകരമായൊരു കാര്യമുണ്ട്. ഞാൻ വൃക്ക കൊടുത്തു. 12 വർഷം കഴിഞ്ഞപ്പോൾ അത് പോയി. എത്ര വർഷം കഴിഞ്ഞപ്പോൾ പോയി? 12 വർഷം കഴിയുമ്പോൾ പോകാൻ യാതൊരു മാർഗങ്ങളുമില്ലായിരുന്നു. കൊറോണ വന്നു. എന്ത് വന്നു? ഡോക്ടർമാർ പറഞ്ഞായിരുന്നു ഒരിക്കലും കൊറോണ വരാതെ ശ്രദ്ധിച്ചോണമെന്ന് പറഞ്ഞു. പക്ഷേ കൊറോണ വന്നു. വൃക്ക നഷ്ടപ്പെട്ടു പോയി. ഇപ്പോൾ 12 വർഷം ഞാൻ കൊടുത്തിട്ട് 12 വർഷം എൻ്റെ വൃക്കയായിട്ട് ജീവിച്ചു. അതിനുശേഷം അത് പോയി. ഇപ്പോൾ എന്നെ വിളിക്കുന്നുണ്ട്. ആരെങ്കിലും ഒരാൾ സഹായിക്കാൻ തീരുമാനിച്ചുണ്ടെങ്കിൽ വീണ്ടും വൃക്ക സ്വീകരിക്കാൻ റിഷാദും വീട്ടുകാരും എന്നെ മാസത്തിലൊരു പ്രാവശ്യമെങ്കിലും വിളിക്കും. അപ്പോൾ ഞാൻ പറയും ഞാൻ സന്മനസ്സോടുകൂടി തന്നു. ഇത് പോണക്കുള്ള ഒരുത്തിനെ കിട്ടാൻ പാടാം. ആരെങ്കിലും വരികയാണെങ്കിൽ ഞാൻ പറയാം. കരവ് നോട്ടിട്ട് ഹല്ലേലൂയ പറഞ്ഞ് അടുത്തിരിക്കുന്ന ആളോട് കയ്യെ പിടിച്ചെന്ന് കുരുക്കിയിട്ട് ചോദിച്ച് ടണ്ണുണ്ട് ഇല്ലാത്തവനൊന്ന് കൊടുക്കാത്ത ചോദിച്ച് കൊടുക്കാൻ പറ്റുമോ? തണ്ടുള്ളവൻ ഇല്ലാത്തവനൊന്ന് കൊടുക്കാൻ പറ്റുമോ? 2 വൃക്ക ഉണ്ടെങ്കിൽ ഒന്നേ പ്രവർത്തിക്കുന്നുള്ളൂ. എന്താ പ്രവർത്തിക്കുന്നുള്ളൂ? അര ടണ്ണെണ്ണം ഇരുന്നാലും ഒന്നേ പ്രവർത്തിക്കുന്നുള്ളൂ. വണ്ടിയിൽ ഒരു ഷെപ്പിന് വെച്ച് നമുക്ക് ഒരെണ്ണം ഇരിക്കുന്നതേ ഉള്ളൂ. 2 ഒരിക്കലും പ്രവർത്തിക്കില്ല. ഒന്നിന് കേട് വരുമ്പോഴേ ഒന്ന് പ്രവർത്തിക്കുള്ളൂ. ആർക്ക് വേണമെങ്കിലും കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. ഞാൻ കൊടുത്തിട്ടിപ്പോൾ 14-15 വർഷത്തോളമായി. ഒന്ന് കൈയടിച്ച് നന്ദി പറഞ്ഞു. എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. അത് കൊടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. സന്മനസ്സാകുക. പിന്നെ കൊടുക്കാൻ ആരുടെയും നിർബന്ധിച്ചൊന്നും ആയിരിക്കരുത്. സ്വയം മനസ്സാലെ ആയിരിക്കണം. എങ്ങനെ ആയിരിക്കണം? സ്വയം മനസ്സാലെ. ആരും നിർബന്ധിച്ചിട്ടൊന്നും ചെയ്യാൻ പാടില്ല. അപ്പം ഞാൻ എൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് അതായിരുന്നു. പലരും പിന്തിരിപ്പിക്കാൻ നോക്കി. ഞാൻ അതിൽ ഉറച്ചു നിന്നു. അതിൽ ഞാൻ സംതൃപ്തനാകട്ടോ. എനിക്ക് അത്രയും ചെയ്യാൻ സാധിച്ചു. കാരണം ഞാൻ ചെയ്ത സമയത്ത് 3 ഡയാലിസിസ് ചെയ്തുകൊണ്ടിരുന്ന മനുഷ്യനാണ്. ഇന്നിപ്പോൾ ആഴ്ചയിൽ ഒരെണ്ണമേ ഉള്ളൂ. വയറ് ഭയങ്കരമായിട്ട് ഗ്യാസ് കിട്ടുന്നുണ്ട്. അവർക്ക് പോയില്ലായിരുന്നു, കുഴപ്പമില്ലായിരുന്നു. കൊറോണ വന്നതാണ്. പക്ഷേ അതിൽ ഒരു കുഴപ്പമില്ലായിരുന്നു. പക്ഷേ കൊറോണ വന്നിട്ട് റിഷാദിന് അത്രയും സംഭവിച്ചുള്ളൂ. കൊറോണ വന്നിട്ട് കുഞ്ഞു 6 മാസം മുതൽ 80 വയസ്സുള്ള എത്രയോ മനുഷ്യർ നമ്മുടെ വേണ്ടപ്പെട്ടവർ തന്നെ മരിച്ചുപോയി. ഇല്ലേ? കൊറോണ വന്നപ്പോൾ പോയില്ലേ? പ്രതീക്ഷിക്കാതെ ഒരു രോഗമില്ലാത്ത എത്രയോ വ്യക്തികൾ മരിച്ചുപോയി. അപ്പോൾ നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇന്നിവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതും ദൈവത്തിൻ്റെ ഒരു വലിയ കരുതലാണ്. കരപൂർത്തി പറഞ്ഞ ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറഞ്ഞ ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന, ഈശോയെ ആരാധന, ഈശോയെ ആരാധന.